ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മിക്കവാറും വീഡിയോസൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് രാവിലെ സമയങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഈ വീഡിയോ നമ്മൾ ഇപ്പോൾ തുടങ്ങണത് രാത്രിയാണ്. ഇപ്പം എത്രയുടെ സമയം? 10 മണിയായോ? ചില്ലറ കളിയൊന്നുമല്ല, 10 മണിയായി. അപ്പം നമ്മളെന്താ വെച്ചാലേ മല കയറിക്കൊണ്ടിരിക്കാം. നമ്മളെ ആമസോൺ വ്യൂ പോയിൻ്റ് തന്നെ, ദൂരമൊന്നുമല്ല. നമ്മൾ ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ക്യാമ്പിങ്ങിനാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഈ ആമസോൺ വ്യൂ പോയിൻ്റ് മലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്ത് ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഇന്ന് നമ്മൾ രാത്രി അവിടെ കടന്നുറങ്ങും. അപ്പോൾ അതിനുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കണേ. അപ്പോൾ അയ്യോ, ഫ്രീ ആയിട്ട് ഞാൻ കയറിയല്ല, ചാക്കിലൊക്കെ ഉണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ആളുകളൊക്കെ നമുക്ക് നാളെ അല്ല ഇപ്പോൾ കാണാം. ഇതാണോ ജസീല്? ആണ്ടാ ജസീൻ്റെ കയ്യിൽ കുറേ, എൻ്റെ കയ്യിലുണ്ടാ, എൻ്റെ കൈത്തോളത്തേക്ക് വെക്ക് നീ. ആടാ ഫുള്ള് മുട്ട, ഇന്ന് ഓംലെറ്റിൻ്റെ ആർഭാടായിരിക്കും. അപ്പോൾ ജസീലുണ്ട് നമ്മളപ്പം ഈ യാത്രയിൽ. പിന്നെ നമ്മളെ കൂടെ ഉള്ളത് പ്രവീണല്ലേ, ചിക്കെടുത്തില്ല, പ്രവീണുണ്ട്. പിന്നെ അന്നത്തെ പോലെ ഷബീബ് കുഞ്ഞമണിയുണ്ട്. ഷബീബ് മുന്നിൽ പോകുന്നുണ്ട്, കാരണം നമ്മൾ അന്ന് വന്നപ്പോൾ അവനാണ് വഴി അറിയാന്ന് പറഞ്ഞിട്ട് അവൻ മുന്നിൽ പോകുന്നുണ്ട്. എന്തായി തീരുന്നാവോ. പിന്നെ ഇവിടെ അങ്ങനെ ആളുകളൊക്കെ വന്ന് ടെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പുതിയ ടെൻറ്റ് അടിക്കാറുണ്ട് ഇവിടെ. ഇപ്പോൾ മുകളിൽ നമ്മൾ താഴത്തെ അന്വേഷിച്ചപ്പോൾ മുകളിൽ ഓൾറെഡി വേറെ കുറച്ച് ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അവരൊക്കെ നല്ല പിള്ളേർ, ആരും വിശ്വാസത്തില്ല, ആ ധൈര്യത്തിൽ നമ്മളിപ്പോൾ ഈ പോക്ക് പോകണമെന്ന് വർത്താനൊക്കെ പറഞ്ഞ് അല്ല അവിടെ ഉണ്ടെന്നുള്ളതാണ് അവിടെ താഴത്തെ കടയിൽ നിന്ന് ആളുകൾ പറഞ്ഞത്. പിന്നെ അവരെന്താ വെച്ചാൽ ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ഉച്ചക്കൊക്കെ വരാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ വന്ന് എല്ലാം സെറ്റായിട്ട് ഏരിയ ഒക്കെ നമുക്ക് കറക്റ്റ് കണ്ടറിഞ്ഞ് നമുക്ക് സെറ്റായിട്ട് ടെൻ്റൊക്കെ അടിച്ച് സെറ്റാവാം. നാളെ പുലർച്ചെ ഇവിടെ തന്നെ എണീറ്റ് ഇവിടുത്തെ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മളെല്ലാം എവിടെ പരിപാടിയാ ചോദിച്ചാൽ ഇതാ അവസ്ഥ. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടാണ്. ഇതിൻ്റെ ഒരു തേർഡ് വ്യൂ പോയിന്റിൽ. അയ്യോ, അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഓൾറെഡി ഇവിടെ കാണാനല്ലേ, കാണല്ല, ഇരുട്ടാണ്. ഇവിടെ വേറൊരു പിള്ളേർ ടെൻ്റ് അടിച്ച് കിടക്കുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും നമ്മളെന്തായാലും കൊണ്ടുവന്ന ചിക്കനൊക്കെ നമുക്ക് ചുട്ടിട്ട് സെറ്റാക്കാം. നമ്മുടെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ് ചിക്കൻ ചൂടാനുള്ള. ആണോ, ഇതാ ഇവിടെ ഷബീബും ജസീലും കൂടെ തീയൊക്കെ കത്തിക്കുന്നുണ്ട്. കത്തിച്ചോ. ഒരു കാര്യം എടുത്ത് കേട്ടെ, അത് നമ്മൾ ലൈറ്റ് വെക്കാനോ ഉണ്ടാ. പ്രവീണിവിടെ സെറ്റപ്പ് പരിപാടി സെറ്റുണ്ട്, ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടോ. നമ്മുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഇഷ്ടം പോലെ ലൈറ്റുകളുണ്ട്. ഫിലിപ്സിൻ്റെ 1-2 ലൈറ്റുകളുണ്ട് നമ്മുടെ. അപ്പോൾ അതിന് നല്ല അടിപൊളി ലൈറ്റുകളാണ് എന്നാലും. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നമ്മളെ ടെൻറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്യണം, മറ്റേ ടെൻറ്റിൻ്റെ അടുത്ത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പിള്ളേർ, വേറെ പിള്ളേർ 2 പിള്ളേരുണ്ട് ഇവിടെ. ആ അടിപൊളി, ഇന്ന് പൊളിക്കും. ഇന്ന് നമ്മൾ ഉറങ്ങി നാളെ ഉച്ചയ്ക്ക് നീക്കുള്ളൂ. അമ്മാരി സെറ്റപ്പാണിത്. അപ്പോൾ എന്തെങ്കിലും ആയോ ഷബീബേ? ചിക്കൻ ഒരു ആണോ ഷബീബ് എവിടെ പോയാലും കത്തിക്കല്ലോ എടുക്കണം. ഇനി ഇവിടുന്ന് ഫുള്ള് മരമൊക്കെ വെട്ടി കൊടുന്ന് പണ്ട് ഊട്ടിയിൽ കത്തിച്ച പോലെ. ആ പിന്നെ ഇവിടെ കൊതുകൊന്നുമില്ല, എന്ത് തള്ളല. പിന്നല്ല അതുണ്ടാവും. നമ്മളുണ്ടല്ലോ ഈ ചിക്കൻ ചൂടലിലെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനൽ കത്തിക്കലാണ്. പക്ഷെ ഈ കനൽ നല്ല കനലാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് കത്തുന്നു. ഇവിടെ ചെറിയൊരു തണുപ്പുണ്ടാക്കി കൂടിയിട്ടും വലിയ ടാസ്ക് എടുക്കാതെ കത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ നമ്മളെ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ ചായ, കട്ടൻ ചായ റെഡിയാക്കുന്നുണ്ട്. പ്രവീണ നമ്മളെ തണ്ണിമത്തം മുറുകിണ്ട്, എല്ലാം സെറ്റാണ്. കൊള്ളിയെടുക്കേ? ആ അങ്ങനെ കടിയാ ഉള്ളിൽ നിന്ന് എടുക്കാം. കേട്ടോ തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്യണം.
പിന്നെ നമ്മളിങ്ങനത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളിങ്ങനത്തെ ഈ കുക്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റുകൾ വരും. നമുക്ക് കവറുകൾ, കുപ്പികൾ, ബോട്ടിലുകൾ, സാധനങ്ങളൊക്കെ വരും. പക്ഷെ നമ്മൾ ഒരു സാധനങ്ങളും നമ്മളിവിടെ ഇടുന്നത്, നമ്മളായിട്ട് ഒരു സാധനം ഇവിടെ ഇടില്ല, നമ്മളൊക്കെ പെറുക്കിയിട്ട് താഴ്ത്തുകൊണ്ടുപോകും. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ആളുകളോടുള്ള റിക്വസ്റ്റും കൂടിയാണ്. അതായത് നമ്മുടെ ഈ പ്രകൃതിയെ നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വേസ്റ്റുകൾ അനാവശ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇട്ടിട്ട് വൃത്തികേടാക്കി ബാക്കിയുള്ളവർക്കും കൂടിയും ബുദ്ധിമുട്ടാക്കുന്നൊരവസ്ഥ അതുണ്ടാവരുത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എന്തായാലും വേണ്ടി വരും, കവറുകളും കുപ്പികളൊക്കെ ആയിട്ട്. പക്ഷെ ഒന്നും നമ്മളിവിടെ ഇട്ട് പോരുത്, നമ്മളായിട്ട് അത് ഇടൂല. എന്താ ഷെബിയ? അതാണ് നമ്മൾ ഇവിടെ ഒരു ഭാഗത്തേ നമ്മുടെ ഹാമക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടെൻ്റ് ഉണ്ട്, ഇതിലും കിടക്കാം, നമുക്ക് വെറുതെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടക്കാം അതിൽ. അപ്പോൾ നമ്മുടെ ടെൻറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ ഗ്രില്ലിൽ കയറിയിട്ട് ഓൾറെഡി കത്തലൊക്കെ റെഡിയായി. ചിക്കൻ കത്തി റെഡിയായി. ചിക്കൻ ഗ്രിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സെറ്റ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആവുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇനിയിപ്പോൾ നമ്മളെ അടുത്ത് ഓംലെറ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ഇനി ഓംലെറ്റ് അടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ സെറ്റാക്കാം. അപ്പോഴേക്ക് ചിക്കനൊക്കെ ആവും. നമ്മുടെ ഓംലെറ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ അടിക്കുന്ന ഓംലെറ്റ്. സമയം ഇപ്പോൾ ഒരുപാട് സമയമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ കക്കടംപൊയിലിന് പറയാൻ്റെ ഒന്ന് അവർ വന്നത്. കക്കടംപൊയിലല്ല, നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റിലെ നമ്മുടെ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ആയതെന്ന് സംശയമുണ്ട്. ഇപ്പം എന്താ മറ്റോ കാണിക്കുന്നത് കയ്യൊക്കെ ശരിയാട്ടോ. 1 മണിയായിട്ടോ. അപ്പോൾ 1 മണിയായി, അത് പുലർച്ചെ 1 മണി. അപ്പോൾ നമ്മളിപ്പോഴാണ് ചിക്കനൊക്കെ ചുട്ട് സെറ്റായത്. നമ്മളെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ പിള്ളേരുണ്ട് കൂടെ, ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരാണ്. അപ്പം അങ്ങനെ അപ്പോൾ നമ്മളെന്തായാലും ഇനി കഴിക്കട്ടെ അല്ലേ? നാടി ചിക്കനൊക്കെ പൊളിച്ചെടുക്കുന്നേ. പിന്നെ നമ്മൾ കിടന്നുറങ്ങാം, നാളെ രാവിലെ എണീക്കാം, പൊളിക്കാം. കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി എന്ത് ചെയ്യാം, ഉറങ്ങാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ മിക്കവാറും പാക്ക് ചെയ്ത് വെച്ചിട്ടേ നമ്മൾ ടെൻറ്റിൽ കയറി, നമ്മളാ കൂടെയുള്ള പിള്ളേർ, അവിടെ ഉണ്ടായിരുന്ന പിള്ളേർ, അവർ കയറി കിടന്നു കേട്ടോ. ഇനി നമ്മൾ കിടക്കാം, നാളെ രാവിലെ എണീക്കാം. നാളെ രാവിലെ എണീക്കുമ്പോൾ അറിയാം ഇനി ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഷെബിയ, ഗുഡ് മോർണിംഗ്. കണ്ടാ കുറേ ആളുകൾ എത്തി രാവിലെയായി. പിന്നെ ഒരു ടീം ഇതാണ് ഇപ്പോൾ രാവിലെ ഒന്ന് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ 2 ടീം ഉണ്ടായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയ മുതൽ ഇവിടെ ആളുകളുടെ ഒഴുക്കായിരുന്നു. ആ വന്നിരിക്കണം, അവിടെ തീയിട്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ 2 മണി ആ സമയത്തൊക്കെ വന്നതാണ്. ഇപ്പോൾ നേരം വെളുത്തു. വന്നാൽ കോട ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. കോടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആളുകളൊക്കെ. ഇതിൻ്റെ ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടാവില്ല. അവിടെ കുറേ ആൾക്കാരുണ്ടോ നിങ്ങൾ വരുമ്പോൾ? ആ സ്റ്റാർട്ടിങ് വ്യൂ പോയിന്റിൽ ഇല്ലല്ലേ? നേരം വെളുക്കാൻ പോവല്ല, നേരം വെളുത്തും. സംഭവം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ കോട ഉണ്ടെങ്കിലും ക്ലൗഡ് ബെഡൊക്കെ കുറവാന്ന് തോന്നുന്നുണ്ടോ. എനിക്ക് വന്നത് കഴിഞ്ഞ തവണ നമ്മൾ വന്ന അത്രയും ഇല്ലാന്ന് തോന്നുന്നില്ലേ? അത് എല്ലാവരും എണീറ്റ് വിട്ടാ. ഏനുണ്ടായി ജെസ്സിയിലെ ഉറക്കം? പ്രവീണിൻ്റെ ഉറക്കം ഏനുണ്ടായി? ഇന്നലെ പിന്നെ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സംഭവം ഉറക്കൊന്നുമില്ല. കാരണം ഒരുപാട് ആൾക്കാർ രാത്രിയൊക്കെ പുലർച്ചൊക്കെ ഇവിടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ. നിങ്ങൾ എണീറ്റാ? നല്ല ഉറക്കമായിരുന്നു തോന്നുന്നില്ലേ? എല്ലാവരൊക്കെ എണീറ്റു. അപ്പോൾ നമുക്ക് ശരിക്കും ആ സ്റ്റാർട്ടിങ്ങിലെ വ്യൂ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു പോയി നോക്കട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ എന്താണെന്നുള്ളത് അറിയാലോ. അപ്പോൾ മതിയടാ എണീക്ക്, പിന്നെ വീഡിയോ എടുത്തോളൂ. ഇപ്പം നമ്മൾ ആ ചാലിയാറിൻ്റെ വ്യൂ പോയിന്റ് ഉള്ള ആ സ്ഥലമല്ല, എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ നിന്ന് കണ്ടോ? അതെ, ക്ലൗഡ് ബെഡ് ഉണ്ടോ മലയുടെ ഉള്ളിൽ കോട കുടുങ്ങി കിടക്കണത്. ഉണ്ടാവും നമുക്ക് ഇനി
പതി അങ്ങനെ ഫ്രണ്ടിലേക്ക് അങ്ങനെ അപ്പുറത്തേക്ക് തന്നെ പോയി നോക്കാം. ചിലപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ക്ലൗഡ് ബെഡ് സെറ്റായിട്ടുണ്ടോ. സെറ്റല്ലേ ഉണ്ടാവും പോയേക്കാം. കഴിഞ്ഞ തവണയൊക്കെ ഇറങ്ങിക്കോ. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ അപ്പുറത്ത് ഇങ്ങോട്ടല്ല നടന്നിരുന്നത്. ഇന്ന് രാവിലെ വെച്ചേ രാത്രി വന്ന് അപ്പുറത്ത് കടന്നു. കാരണം ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് നടക്കുന്നത്. ആ പോട്ടെ പോട്ടെ. അവിടെയൊക്കെ ചിലപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടാവും ഈ സമയത്തൊക്കെ. നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയി നോക്കാം. അവിടേക്ക് വേണ്ട ഇതുവരെ ക്ലൗഡ് ഇറങ്ങിയിട്ടുണ്ടോ. നമ്മൾ മുകളിൽ കൂടെ കയറി പോയാൽ കൂടെ വഴിയുണ്ടോ? താഴത്തു കൂടെ പോലോ. ഇതൊരു വ്യൂ പോയിന്റ് അല്ലേ? താഴത്തു കൂടി നല്ല സ്മൂത്ത് വഴിയുണ്ട്. അതിൽ കൂടി വഴിയുണ്ട് അപ്പുറത്ത് കൂടി നല്ല വഴി. ജമ്പ് ചെയ്യണൊക്കെ കൊല്ലാം. ആ ആ ഞാൻ ചാടേണ്ടി വരും. അടുത്ത മെയിൻ വ്യൂ പോയിന്റ് കണ്ടോ, അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ താഴത്തുനിന്ന് വരുന്ന വഴിയിൽ കണ്ടോ കുറേ ആൾക്കാർ നടന്ന് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ. ഇന്ന് സൺഡേയും കൂടെ അല്ലേ, അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. അതായത് ഇവിടുന്ന് ഒരടി ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മരണമാണ് മനസ്സിലാക്കണം. ഇവിടുന്ന് ഒരടി ഇന്നലത്തെ രാത്രിന്റെ ബാക്കി തള്ളല. അതായത് നമ്മൾ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഇടയിലാണ്. അത്രയ്ക്കാണോ? താഴെ ചാലിയാർ ഇങ്ങനെ കാണണ്ട നമുക്ക്. ആ മഞ്ഞിൽ മൂടി നിൽക്കുകയാണ് ചാലിയാർ. കണ്ടന്റ് വേണ്ടേ? അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റിന് ഇവിടെ എത്തി. പക്ഷെ അവിടെ കണ്ടോ ആളുകൾ കുറേ ഉണ്ടെങ്കിലും ഇന്ന് ക്ലൗഡ് കുറവാണ്. ഇന്ന് അപ്പുറത്തെ സൈഡിലേക്കാണ് ക്ലൗഡ് ഉള്ളത്. എന്നാലും ചെറിയ തോതിലുണ്ട് കേട്ടോ. എന്നാണ്ട് അപ്പുറത്തെ സൈഡിൽ ക്ലൗഡ് ഉണ്ട്, ഇപ്പുറത്തേക്ക് കുറവാണ്. ഈ പൂവൊക്കെ വാടി. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിൽ മഞ്ഞ പൂവുണ്ടായിരുന്നു, അതൊക്കെ വാടി. നമ്മൾ അങ്ങോട്ട് നടന്ന് തിരിച്ചും ഇങ്ങോട്ട് നടന്നതിന് കാരണം ഇന്നും വീണ്ടും ഒരു ഹൈക്കിങ്ങിൻ്റെ ഫീല് കിട്ടിയിട്ടാണ്. മറ്റേ നമ്മളിവിടെ വന്ന് ഇന്ന് ക്യാമ്പ് ചെയ്ത് കാരണം യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ നടത്താൻ കിട്ടില്ലായിരുന്നു. കയറാൻ പ്രശ്നമൊന്നുമില്ല, കയറൊക്കെ ചെയ്യാം. ഷിബിന്ന് കയറ്റണോ? വേണ്ടല്ലേ, എന്തിന് മോളിക്ക് ഇങ്ങനെ കയറിപ്പോ. അതാണ് ആ ഫോട്ടോ എടുത്ത് പറഞ്ഞത്. അന്ന്
അവർ അവിടെ എഴുതി വെച്ചില്ലേ, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ദർവേഷ് വ്യൂ പോയിന്റ് എന്നുണ്ടോ. ഇത് അത് ഇവിടെ അല്ല, അത് അപ്പുറത്താണ്. ഇവിടെയും വ്യൂ കുഴപ്പമില്ല. അവിടെ ഇവിടെ പിന്നെ എന്താ വെച്ചാൽ ഈ മരങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു ഫീലാണ് അല്ലേ, രസമുള്ള അവസ്ഥ. പക്ഷെ കുറച്ച് മരങ്ങളെല്ലാം ഉണ്ട്. എവിടെ കാണാനില്ലല്ലോ. ആ ഓക്കെ, സൺറൈസേ സൂര്യനാക്കണു കറക്റ്റ് ചുവന്ന വട്ടായിട്ട് കാണുന്നത്. ആണെങ്കിൽ സൂര്യനൊന്ന് ഫോട്ടത്തിൽ എടുത്തോന്നു. പരിപാടി തുടങ്ങിട്ടോ. ചായ ചോറ് ആ കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടണം. അതിനിപ്പോ മലേന്റെ മുകളിലായാലും വേണ്ടില്ല, എവിടെയും വേണ്ടില്ല. ആ പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ സെറ്റില്ല. സൂര്യൻ പൊളിച്ചിട്ടുണ്ട് ശരിക്കും. ഇപ്പം അത്യാവശ്യം നല്ല ക്ലൗഡ് കയറിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ടെൻറ്റും സാധനങ്ങളൊക്കെ ഊരി നമ്മൾ പോകാൻ നോക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ഭാഗത്തൂടെ ഒക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ ഏരിയ ഒക്കെ ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് ക്ലൗഡ് ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. കൂടെ കുറച്ച് കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ആ ക്ലൗഡ് ബെഡ് കയറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവം 8 മണി ആയിട്ടുണ്ട്, എന്നാലും നല്ല ക്ലൗഡ് ബെഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. സർവത്ര സാധനം കണ്ടോ ചാക്കിലൊക്കെ ആക്കി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും കുറേ ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കണ്ടോ നമ്മൾ ചാക്കിൽ സാധനം കയറ്റി പെറുക്കി പോവാണ്. നമ്മളൊരു വേസ്റ്റും ഇവിടെ ഇട്ടിട്ടില്ല. നമ്മളവിടെ ടെൻ്റ് അടിച്ചു എന്ന് തന്നെ ഒരു കുട്ടിക്കും അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അവിടെയൊക്കെ കുറേ ആൾക്കാർ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ അതൊന്നും നമുക്ക് ഫുള്ളായിട്ട് പെറുക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് പോരലൊന്നും നമുക്ക് നടക്കൂല. ഏതാ അപ്പോൾ പ്രവീൺ എന്താ പറയേണ്ടി പോകുന്നത് നമ്മളെ ക്യാമ്പിങ്ങിനെ കുറിച്ച്? അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ സ്റ്റേ ഒക്കെ അടിക്കാൻ വരുന്നവര് അവനവൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഭൂരിപക്ഷം ഇങ്ങനെ ക്യാമ്പിങ്ങിനും ട്രിപ്പ് അടിക്കുന്ന മൂടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേസ്റ്റ് വരുന്നത്? അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മൾ മാറ്റങ്ങൾ നമുക്ക് സ്ലോയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അയ്യാ ഇപ്പം തന്നെ മാറിയത്. ഞാനും കുറേ കാലം യൂസ് ചെയ്തിരുന്നു. ആ പറവകളാ പോണു കേട്ടോ.
പോ. അപ്പോൾ നമ്മളെ ഇത്തവണത്തെ നമ്മുടെ എന്താണ് നമ്മുടെ ഈ കക്കടംപോയിലാണല്ലോ എപ്പോഴും തവല് വരുന്നത്. ആമസോൺ വ്യൂ പോയിന്റിലെ ക്യാമ്പിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ അങ്ങനെ ഇറങ്ങി പോകുന്നത് നമ്മൾ ഒരു അടിപൊളി കുളി പാസ്സാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇത് ആമസോൺ വ്യൂ പോയിന്റിൻ്റെ അടുത്തുള്ള സാധനമാണെന്ന് ആരും വിചാരിക്കണ്ട. ഇത് നമ്മൾ എരുമമുണ്ട കല്ലായിപ്പാറയാണ്, നമ്മളെ ബിജിത്തിൻ്റെ നാട്ടിൽ വന്നിട്ട്. അതൊക്കെ ചാടിക്കോ പൂളം കുത്തല്ല, ചാടിക്കോ കണ്ടാ. ഇങ്ങോട്ട് ഇന്ത്യക്ക് വെള്ളം അങ്ങനെ ഉണ്ട്, പൊളിയല്ലേ. അപ്പോൾ നല്ലൊരു കുളിയും കുളിക്കട്ടെ നമ്മൾ ഇനി എല്ലാവരും. അതൊന്നുമില്ല. അവിടെ ഉരുണ്ടു പോടാ സ്ലൈഡ്. പിന്നെ ലാസ്റ്റ് പരിപാടി അല്ലാമിൻ ഹോട്ടലിലെ ബീഫ് ബിരിയാണി. ഇവിടെ എരുമമുണ്ട അല്ലാമിൻ ഹോട്ടലിലെ ബീഫ് ബിരിയാണി അതും കൂടെ അടിച്ചിട്ട് നമ്മൾ ഈ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. അല്ലേ, സെറ്റല്ലേ ഷൈവേ? അത് സെറ്റ് പവറാണത്ര. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.